പ്രകൃതിയുടെ നിലനിൽപ്പിന് വേണ്ടി കവിതകൾ എഴുതിയവരുടെ പാട്ടുകൾ പാടിയും വിത്തുകൾ ഏറ്റുവാങ്ങിയും വൃക്ഷത്തൈ നട്ടും ഒപ്പം ഫലങ്ങൾ വീണ്ടെടുത്തും ആഘോഷമായി അടൂർ ഓൾ സെയിൻസ് സ്കൂളിലെ കുട്ടികൾ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. മലങ്കര പത്തനംതിട്ട രൂപത ഡോക്ടർ സാമുവൽ മാർ ഐറേനോസ് മെത്രാപ്പൊലിത്ത ഭൂമിക്ക് ഒരു ചരമഗീതത്തിലെ കവിതകൾ പാടി വൃക്ഷത്തൈ നട്ട ദിനം ഉദ്ഘാടനം ചെയ്തു. മരം നടുന്നതിലൂടെ അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നതിലൂടെ ഈ ഭൂമിയെ പുതപ്പിക്കുകയാണ്. അവൾ സ്നേഹലാളനയുടെ ഒരു അടയാളം കൂടിയാണ്. ഭൂമിയെ പോഷിപ്പിക്കുന്നതിലൂടെ മനുഷ്യൻ അവന് തന്നെയാണ് റിസോഴ്സസ് കണ്ടെത്തുന്നത്, സമ്പാദ്യങ്ങൾ സ്വരൂപിക്കുന്നത് എന്ന് മറക്കാനിടയായിത്തീരുന്നത്. അതുകൊണ്ടാണ് ഈ മരമെന്ന് പറയുന്നത് വരമാണ് എന്ന് പറയുന്നത്. മരമെന്ന് പറയുന്നത് ഒരു തണലാണ്. മരം നമുക്ക് തണൽ നൽകുകയും ഫലം നൽകുകയും പുഷ്പങ്ങൾ നൽകുകയും ചെയ്യും. അത് ഒരു ഊഷ്മളമായ അന്തരീക്ഷം നമുക്ക് നൽകാനിടയായിത്തീരും. ബിഷപ്പ് വന്നു കഴിഞ്ഞാൽ എല്ലാം പച്ചമരങ്ങളാണ്. അത് മാതൃക തന്നെയല്ലേ? തീർച്ചയായും ഈ വർഷം ഞങ്ങൾ ഒരു 50,000 മരങ്ങളെങ്കിലും ഈ മാസം ആരംഭം മുതൽ ഇതുവരെ നമ്മൾ നട്ടിട്ടുണ്ട്. അത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഭൂമി ഒഴിച്ചിടാൻ പാടില്ല. അതാണ്, ഭൂമി ഒഴിച്ചിടാൻ പാടില്ല. അവിടെയെല്ലാം കൃഷി, അതുപോലെ തന്നെ അതിനോട് ചേർന്ന് ഇതുപോലെ സസ്യങ്ങൾ, മരങ്ങൾ നട്ടു വളർത്തുക എന്നുള്ളത് അത് ഈ നാടിൻ്റെ ഐശ്വര്യത്തിൻ്റെ ഒരു അടയാളമാണ്. ഇതിൽ നിന്നുണ്ടാകുന്ന നമ്മുടെ നമ്മളുടെ വിഷം വലിച്ചെടുക്കുകയും നമുക്ക് ആവശ്യമായിരുന്ന ഓക്സിജൻ നൽകുകയും ചെയ്യുന്ന, അത് പഠിക്കുന്ന കുട്ടികൾക്കായാലും മുറി അടച്ചിട്ടിരുന്ന് ഒരു മരത്തിൽ നിന്ന് ലഭിക്കേണ്ട ആ ഒരു ചൈതന്യം, ഓക്സിജൻ ലഭിക്കാതെ വരുമ്പോൾ അവർക്ക് നന്നായി പഠിക്കാനും സാധിക്കുന്നില്ല, ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല. ഈ ഭൂമിക്ക് ഏറ്റവും അധികം സന്തോഷം പകരുന്നത് മനുഷ്യൻ്റെ കണ്ണുനീരും രക്തവും വീഴുന്നതിലല്ല, അവൻ്റെ വിയർപ്പ് വീണ് ഈ ഭൂമി നമ്മെ അനുഗ്രഹിക്കുന്നതാണ്. പുഷ്പങ്ങളായി ഫലങ്ങളായി പുറത്തു വരുന്നത്. ഭൂമിയുടെ അനുഗ്രഹമില്ലാതെ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനും ഐശ്വര്യമായി ജീവിക്കാൻ സാധ്യമല്ല. ഭൂമിക്കൊരു ചരമകത്തിൽ 2 വാക്ക് നിങ്ങളോടൊപ്പം ഏറ്റുപാടാം. അത് നിങ്ങൾ പാടാമല്ലേ? ONV കുറുപ്പ് സാറ് ഒരു 40 വർഷങ്ങൾ മുമ്പ് പാടിയതാണ്. എൻ്റെ ഗുരുഭൂതനോടായിരുന്നു. അതെ അതെ. പാടി. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്നമൃതിയിൽ നിനക്കാത്മശാന്തി വെച്ച് പാടാമോ? ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്നമൃതിയിൽ നിനക്കാത്മശാന്തി, ഇതു നിന്റെയും എന്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിലിന്നേ കുറിച്ച ഗീതം. ഇത് നിന്റെയും എന്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിലിന്നേ കുറിച്ച ഗീതം. അപ്പോൾ ഭൂമി മരിച്ചാൽ ഞാനും മരിക്കുന്നു, മനുഷ്യനും മരിക്കുന്നു. അതാണ് സന്ദേശം. നമുക്ക് ജീവനുള്ള ഒരു സമൂഹമായി ജീവിക്കാൻ, കൂട്ടായ്മയുടെ അനുഭവത്തിൽ ജീവിക്കാൻ, നമ്മുടെ നാടിനെ വിസ്മരിക്കാതെ ജീവിക്കാൻ, ഇന്നലകളെയും നാളുകളെയും ഓർത്ത് ജീവിക്കാൻ നമ്മൾ ഭൂമിയെ സസ്യങ്ങൾ കൊണ്ട്, വൃക്ഷങ്ങൾ കൊണ്ട് ആവരണം ചെയ്യണം, സംരക്ഷിക്കണം. ആ ഒരു ധാർമ്മികതയും സംസ്കാരവും ഭാവിയെപ്പറ്റിയുള്ള വലിയ പ്രതീക്ഷയും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവുകയും ചെയ്യാം. അങ്ങനെ പിതാവിൻ്റെ മഹത്തായ വചനം ഉൾക്കൊണ്ടുകൊണ്ടാണ് അടൂർ ഓൾ സെയിൻസ് സ്കൂളിലെ ഈ പരിസ്ഥിതി ദിനം. നമ്മളോടൊപ്പം പ്രിൻസിപ്പൽ അച്ഛനും കൂടെ ചേരുന്നുണ്ട്. അച്ഛാ, വളരെയധികം ധന്യ നിമിഷമാണ്. നമ്മളിനി ഇതെല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞ് ചെയ്തതെല്ലാം നമ്മളിനി കാണാൻ പോകുന്നത് കഴിഞ്ഞ വർഷം നമ്മുടെ കുഞ്ഞുങ്ങൾ നട്ട കപ്പയും കൃഷി കാർഷിക വസ്തുക്കളുമൊക്കെ നമ്മളിപ്പോൾ അതിൻ്റെ ഫലം എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങോട്ടാണ് അടുത്ത സെറ്റിലേക്ക് പോകുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും അധികം താല്പര്യത്തോടെ പങ്കെടുക്കുന്ന 2-3 ക്ലബ്ബുകളാണ് നേച്ചർ ക്ലബ്ബ്, എക്കോ കേഡറ്റ്സ്, ഫാർമേഴ്സ് ക്ലബ്, അങ്ങനെ എല്ലാം. നമ്മുടെ ഓരോ ക്ലാസ്സിലും ഓരോ ആഴ്ചയിലും 2 ലീഡേഴ്സ് വീതം ഗ്രീൻ ലീഡേഴ്സ് ഉണ്ട്. അത് ക്ലാസ് വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമല്ല, ഈ ഒരു ഗ്രീൻ അവയർനെസ് എപ്പോഴും എല്ലായിടത്തും ഒരു പച്ചപ്പ്, അത് പച്ചില വേണമെന്ന് മാത്രമല്ല, എന്തിലും ഒരു പച്ചപ്പ് പ്രസരിപ്പിൻ്റെയും വളർച്ചയുടെയൊക്കെ. അപ്പോൾ അത് കാണുക, ആ ഒരു ആറ്റിറ്റ്യൂഡ് കുഞ്ഞുങ്ങളിൽ വളർത്തിയെടുക്കുക എന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരോടും ചേർന്ന് ഞങ്ങൾക്ക് വലിയ വിശാലമായിട്ടല്ലെങ്കിൽ പോലും കുറച്ചൊരു കൃഷി സ്ഥലമുണ്ട്. അതിപ്പോൾ നമ്മൾ കാണാൻ പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ വർഷം ഇത് കൊണ്ടുവന്ന് ഞങ്ങൾ വലിയ ലേലമൊക്കെ ചെയ്ത് വലിയ ആഘോഷമായിരുന്നു. അപ്പോൾ ഈ വൈറ്റ് കോളർ ജോബ് മാത്രമല്ല, കൃഷി അത് ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ്. ഓരോ കുഞ്ഞും അത് ചെയ്യേണ്ടതാണ്.
ബൈബിളിൽ പറയുന്നത് പോലെ അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കരുത് എന്ന് പറയുന്നത് പോലെ മണ്ണിൽ തൊട്ട് അധ്വാനിക്കാത്തവൻ മണ്ണിൽ നിന്നൊരു കാര്യം ഭക്ഷിക്കരുത് എന്നൊരു സന്ദേശമാണ് ഞങ്ങൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും നൽകുന്നത്. അതുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ മണ്ണിലിറക്കും. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഞങ്ങൾക്ക് ഇത്തരം പ്രോഗ്രാംസ് ഉണ്ട്. ഇവിടെ മാത്രമല്ല, ഞങ്ങൾ ഇനി ഔട്ട്റീച്ച് പ്രോഗ്രാംസ് ഉണ്ട്. ഞങ്ങളുടെ റോഡ് ക്ലീൻ ചെയ്യുക, നമ്മുടെ തൊട്ട് മുമ്പിലൂടെ ഒരു കനാലുണ്ട്, അത് ക്ലീൻ ചെയ്യുക, ഇതെല്ലാം ഞങ്ങളുടെ പാഠ്യപദ്ധതിയിൽപ്പെട്ട കാര്യങ്ങളാണ്. അത് ഓരോ സമയാസമയങ്ങളിൽ ഞങ്ങൾ ചെയ്യുന്നു. കുഞ്ഞുങ്ങൾ വലിയ താല്പര്യം, ഒരു കുഞ്ഞിനും മണ്ണിൽ പണിയെടുക്കുന്നതിന് മടിയില്ല, വളരെ താല്പര്യത്തോടു കൂടി. അല്ലെ, അവരോട് ചോദിച്ചു നോക്കൂ, ഉണ്ടോ? ഇല്ല. നിങ്ങളൊക്കെ പണിതവരല്ലേ കഴിഞ്ഞ വർഷം? അല്ലേ? നമ്മളിപ്പോ അതിന് ഫലം എടുക്കാൻ പോവാണ്, വേണ്ടേ? വേണം. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് വളരെ സന്തോഷമാണ് ഇത് ചെയ്യാനും ഒക്കെ ആയി. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റ് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ. ഞങ്ങൾക്ക് 35-ലധികം ക്ലബ്ബുകളുണ്ട്. ഓരോ ക്ലബിലും കുഞ്ഞുങ്ങൾ ഇപ്പൊ ഇതിന് ഡിഡ് യു ഗിവ് നെയിംസ് to be members of different clubs? Yes. Did you become a member in nature club again? Yes. Oh, that means അവർ പിന്നെയും എല്ലാ വർഷവും ഒരു നേച്ചർ ക്ലബിൽ അംഗമാകുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്നാണ് എൻ്റെ ലാസ്റ്റ് ഡേറ്റ്. ഓരോ ക്ലബിലേക്ക് മെമ്പർഷിപ്പ് കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ്. ഇപ്പോൾ നേച്ചർ ക്ലബിൽ തന്നെ അവർ വീണ്ടും അംഗമായി എന്ന് പറഞ്ഞാൽ അവർ അത്രയും യു ആർ വെരി പാഷനേറ്റ്, isn't it? യെസ്. അപ്പൊ അത് കൊച്ചു കുഞ്ഞുങ്ങളുമായി ഇപ്പൊ നമ്മൾ സെലക്റ്റീവായിട്ട് മാത്രമേ കൊണ്ടുവന്നുള്ളൂ. മറ്റ് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. എല്ലാ കുഞ്ഞുങ്ങളും മിക്കവാറും എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈ ഒരു വലിയ താല്പര്യമാണ്. ടീച്ചേഴ്സ് അതിനു വേണ്ടിയിട്ട് വളരെ കുഞ്ഞുങ്ങളോടൊത്ത് അധ്വാനിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കൾച്ചർ, ഒരു കാർഷിക, ഇത് CBSE സ്കൂള് ഏതാണ്ട് മേളിൽ നിൽക്കുന്ന സ്കൂളാണെന്നൊക്കെയാണ് തെറ്റിദ്ധാരണ. പക്ഷെ ഞങ്ങൾ മണ്ണിനോട് ചേർന്ന് മണ്ണിൽ തൊട്ട് വളരുന്ന ഒരു സ്കൂളാണിത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവരും ഏതെങ്കിലും വിധത്തിൽ മണ്ണിൽ തൊട്ടാണ് അവര് ഇവിടെ പഠിക്കുന്നത്. മണ്ണിൽ നിന്നാണ് അവർ പഠിക്കുന്നത്, മണ്ണിൽ നിന്നുകൊണ്ടാണ് അവർ പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു കൾച്ചർ വളർത്തിയെടുക്കാൻ ഞങ്ങൾ അങ്ങേറ്റം എല്ലാ കാര്യങ്ങളിലും ശ്രമിക്കാറുണ്ട്. പിതാവിന്റെ കപ്പയെന്നും നെല്ലെന്നൊക്കെ പറഞ്ഞാൽ അറിയാൻ പാടില്ലാത്തൊരു കുട്ടികളുടെ ഒരു സമൂഹം ഇപ്പോൾ ഉള്ളത്. കപ്പ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.